ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ശിവ ഇനി നിങ്ങളുടെ മകളുടെ പിന്നാലെ വരില്ല. ഇത് നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടോ നിങ്ങളുടെ മകളുടെ കരിയർ നഷ്ടപ്പെടാതിരിക്കാനോ വേണ്ടിയല്ല. എന്റെ അനിയൻ കാരണം ആരുടെയും ജീവിതം നശിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. ഒരു പെണ്ണിന്റെ ശാപം ഇനി അവന്റെ തലയിൽ വീഴരുത്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. പൊയ്ക്കോ. എന്റെ അനിയന്റെ ജീവിതത്തിൽ ഇനി നിങ്ങളുടെ മകളെക്കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ ആരോടും വെറും വാക്ക് പറയാറില്ല. അപ്പോ സംഗതി ഏറ്റു. ഈ വരവ് കൊണ്ട് ഗുണമുണ്ടായി. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഇങ്ങനെയൊരു പെരുമാറ്റം പോലും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല. നന്ദിയുണ്ട്. ഒരമ്മയുടെ സങ്കടം മനസ്സിലായല്ലോ. താങ്ക്സ്. നിക്കേ. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അതേപോലെ തന്നെ വിശ്വസിച്ചു എന്ന തോന്നല് വേണ്ട. ഈ വരവിന് പിന്നിൽ ഒരു അതിബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. വളരെ വളരെ സൂക്ഷിക്കണം. അല്ല, വേണ്ട, പൊയ്ക്കോളൂ. ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഇത് ഇവരുടെ അതിബുദ്ധിയാണോ? ഒന്ന് പരീക്ഷിച്ചാലോ? ഒന്ന് നിന്നേ. എന്തായാലും എന്റെ ഭർത്താവിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോയാ മതി. ചിത്രേ, ചായ കുടിക്കും. വേണ്ട, ഞാൻ ചായ കുടിക്കാറില്ല. ശത്രുവാണെങ്കിലും വീട്ടിൽ കയറി വന്നാ സൽക്കരിച്ചു വിടണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വിഷമൊന്നും ചേർത്തിട്ടില്ല. DK കുത്തിയത് ആരാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവനെ ഞങ്ങൾ ഉടൻ പൊക്കുകയും ചെയ്യും. ദാ, ഇവനാള്. എവിടെയെങ്കിലും വെച്ച് ഇവനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇവൻ ആരുടെ കയ്യാളാണെങ്കിലും ഞങ്ങൾ ഇവനെ കണ്ടെത്തിയിരിക്കും. DK കാണാനുള്ള ഈ വരവ് ഒരു തെളിവെടുപ്പിനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഏതെങ്കിലും ഒരാളുടെ ചിത്രം കാണിച്ച് എന്നെ ചോദ്യം ചെയ്താ ഞാൻ ഭയപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങളെക്കാൾ ഒരുപാട് ഓണം കൂടുതലുണ്ടവളാ ഈ ഹിരൺമയി. തീയിൽ കുരുത്തവളാടി ഈ ഞാൻ. നിന്റെ ഒന്നും നാവാട്ടത്തിന്റെ വെയിലേറ്റ് വാടില്ല ഞാൻ. പിന്നെ നീ ചോദിച്ചല്ലോ തെളിവെടുപ്പിന് വന്നതാണോ എന്ന്. അതേടി, ഇത് തെളിവെടുപ്പ് തന്നെയാ. ഇനി എന്റെ മകളുടെ പരിസരത്ത് അവൻ വന്ന പിന്നെ ഇപ്പൊ പറ്റിയ കൈപ്പിഴ ആവർത്തിച്ചൊന്നും വരില്ല. അമരാവതിയുടെ അടിത്തറ തോണ്ടിയെടുത്ത് പുറത്തെറിയും ഞാൻ. നഷ്ടപ്പെടാൻ ഒരുപാടുള്ളവർക്ക് മാത്രമേ ഭയമുള്ളൂ. അമരാവതിയുടെ അടിത്തറ പോയിട്ട് അതിന്റെ കല്ലിലൊന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ചോര കൊണ്ടുള്ള കളി നിർത്തിക്കോ. ഇല്ലെങ്കിൽ നിങ്ങളെയും സിനിമാ നടിയായ നിങ്ങളുടെ മകളെയും നാട് റോട്ടിലിട്ട് തല്ലി പദം വരുത്താനും ഞങ്ങൾ മടിക്കില്ല. പൊയ്ക്കോ. ഇനി ഒരിക്കൽ കൂടി അമരാവതിയിലേക്ക് കാലു കുത്തിപ്പോയരുത്.
കാണാം. കാണാം. ചേട്ടാ ഇരിക്കുങ്ങളെ 2 ദിവസം കൊണ്ട് ഈ ഗ്യാസിന്റെ ഒരു എനക്കേട് ശരീരം മുഴുവൻ ഗ്യാസ് കയറി ഭയങ്കര വേദന. അതുകൊണ്ടാ പെങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്ല ഏട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. പിന്നെ തണുത്തത് എന്തെങ്കിലും കഴിച്ചാ ഭയങ്കര വലിവാ. ആസ്മയുടെ ആരംഭമാണെന്നാ തോന്നുന്നത്. ചുമ്മാതാ നാത്തൂനെ, എങ്ങാണ്ട് കല്യാണ വീട്ടിൽ പോയി ഉള്ള ഐസ്ക്രീം എല്ലാം കൂടി വാരി വലിച്ച് തിന്നിട്ടാ ഈ വലിക്കുന്നത്. അടങ്ങി നിന്നോണം ചേട്ടാ, ഈ ഓൾഡ് ഏജില് നോ ഐസ്ക്രീം. ചേട്ടന്റെ ബോഡി താങ്ങത്തില്ല. ഐസ്ക്രീമിനോടുള്ള ആക്രാന്തം ഇപ്പോഴും തീർന്നില്ല ഏട്ടാ. എടി എണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുവോ? ഇപ്പോഴും ഐസ്ക്രീം കണ്ടാ ഞാൻ ചാടി വീഴും. ഇത് പറയാനാണോ നിങ്ങൾ നാത്തൂനെ വിളിച്ചു വരുത്തിയേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതെ, ഇന്നിവിടെ ഒരാള് വന്നിരുന്നു. ആര്? ആ ഹിരൺമയി, മറ്റേ സിനിമാ നടിയില്ലയോ, അവളുടെ അമ്മ. അപ്പോ അവൾ ഇവിടെയും വന്നോ? വന്നു. ഇന്ന് അവളെ അമരാവതിയിലും വന്നിരുന്നു. അല്ല, ഇവിടെ വന്ന് അവൾ എന്താ പറഞ്ഞത്? ശിവയെ ഞാൻ പറഞ്ഞു വിലക്കണമെന്ന് പറയാനാ അവള് വന്നത്. എന്തിന്? അതിലെന്തോ അപകടമുണ്ട് നാത്തൂനെ. ശിവയിടയ്ക്ക് ആ പെണ്ണിനെ വിളിച്ചു എന്നോ സംസാരിച്ചു എന്നൊക്കെയാണ് ആ പെണ്ണും പിള്ള പറയുന്നത്. നോ, നോ ചാൻസ്. മൈ സൺ ശിവ ഇനി അവളുടെ പിന്നാലെ നോട്ട് ഗോ. എനിക്ക് ഉറപ്പാ. അവിടെ എന്തു പറഞ്ഞ അവള് കയറി വന്നേ? ഇതൊക്കെ തന്നെ, അല്ല എന്തു പറയാനാ. ജ്യോതിമോൾ അവൾക്ക് വയർ നിറച്ച് കൊടുത്താ വിട്ടത്. ഷാപ്പാടോ? ഷാപ്പാടല്ല ഏട്ടാ, വഴക്ക്. നന്നായി. അല്ലെങ്കിലും അവൾ ആള് മിടിക്കുക. ഉരുളക്കുപ്പേരി പോലത്തെ മറുപടി കൊടുത്തോളൂ. കറക്റ്റ്. പിന്നെ ഞാൻ അവളുടെ കാര്യം കൂടെ പറയാനാണ് പെങ്ങളോട് വരാൻ പറഞ്ഞത്. അത് പിന്നെ അവരെ ഇങ്ങനെ വിട്ടാ മതിയോ? ഞാൻ പിന്നെ എന്തു വേണം? ഇനിയെങ്കിലും ഒരു കുഞ്ഞു കലാമുറ്റത്ത് ഓടി നടക്കണ്ടേ? അതിന് അവര് തമ്മിലുള്ള അടി തീർന്നിട്ട് വേണ്ടേ? ഞാനിപ്പോ എന്ത് ചെയ്യട്ടാ? മൈ ലിറ്റിൽ കണ്ണനോട് എന്റെ സങ്കടം പറഞ്ഞ കരയാനല്ലേ എനിക്ക് പറ്റൂ. നാത്തും വിചാരിച്ചാ നടക്കും. ഇത് നടത്തണം പെങ്ങളെ. പിന്നെ എന്തുവെന്ന് വെച്ചാ നമ്മുടെ വിസയും പാസ്പോർട്ടും ഒക്കെ ഏതാണ്ട് തീരാറായി. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവർക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെ കൊണ്ട് പറയാവുന്നതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കേക്കട്ടെ,
അവൻ അവളെ വൈഫായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നേ. ഇപ്പൊ അതിനൊരു അവസരമാ പെങ്ങളെ. വയ്യാതെ കിടക്കുന്ന അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളാന്നേ. ഡൂയിങ് എവരിതിങ്. അപ്പൊ പിന്നെ അവളെ ഒറിജിനൽ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് പെങ്ങള് തീർത്തങ്ങ് പറയണം. ഇത് പറയുന്നു പറ. പിന്നെ അതും നടന്നില്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? What an idea! This is super. Appo, an idea can change his wife. ചേട്ടാ ഇത് വർക്കൗട്ട് ആവും. അടിപൊളി, സൂപ്പർ. ഇതും കുടിച്ചേ. ഞാൻ ഈ സമയത്ത് സാധാരണ പാല് കുടിക്കാറില്ല. നിങ്ങൾക്ക് പാല് കുടിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും ഇവിടെ ഇല്ല. ഞാൻ എപ്പോ കൊണ്ടുവരുന്നോ അപ്പൊ കുടിച്ചോണം. ഇത് നിങ്ങളുടെ ചിട്ടയ്ക്കനുസരിച്ചല്ല, എന്റെ ചട്ടത്തിനനുസരിച്ചാ എല്ലാം. ഞാൻ എന്താ ആനയാണോ ചട്ടം പഠിപ്പിക്കാൻ? അതിന് കുഴിയാനെ ആരെങ്കിലും ചട്ടം പഠിപ്പിക്കാറുണ്ടോ? എന്താ പറഞ്ഞു? എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഈ കുഴിയാനാന്ന് കേട്ടിട്ടില്ലേ? സ്വയം ഒരു കുഴി ഒഴിച്ച് അതിനകത്ത് ഒളിച്ചിരിക്കുന്ന കുഴിയാന. മരപ്പെട്ടി മരപ്പെട്ടിന്ന് വിളിച്ചോണ്ടല്ലോ കുശിനിക്കാരാ. ഈ പാലം കൂടെ കുടിച്ച മര്യാദയ്ക്ക് ഒന്ന് കുടിക്കേ. പിടിച്ചേ. വെച്ചു. അതെ, വലിയ ജാടയൊന്നും വേണ്ട. ദാ കുടിക്കേ. ഈ പാല് എനിക്ക് വെച്ചതാ. അല്ല, ഭർത്താക്കന്മാര് കുടിച്ചിട്ട് ബാക്കി കുടിക്കേണ്ടത് ഭാര്യമാരാ. ഇത് സ്നേഹത്തോടെ തന്നെ തന്നതാ. സാധാരണ ആദ്യ രാത്രിക്കാ ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി പാല് ഭാര്യ കുടിക്കുന്ന. ഇത് രാത്രിയല്ലല്ലോ ചേട്ടാ, പകലല്ലേ? ചേട്ടന്റെ ആഗ്രഹം അതാണെങ്കിൽ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ നടക്കുന്നു. അയ്യാടാ, എനിക്ക് ഇയാള് കുടിച്ചതിന്റെ പകുതിയൊന്നും വേണ്ട. എനിക്കറിയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞാ നിങ്ങൾ ഇത് മുഴുവനും വാങ്ങി കുടിക്കൂന്ന്. ബുദ്ധി വേണം ഹിറ്റ്ലറെ, ബുദ്ധി. അമ്മേ, അമ്മേ. കാറ് നന്നായിട്ട് കാറ്. അമ്മയൊന്നും ഇവിടെ ഇല്ല. അമ്മയോടെ പോയി. അമ്മാവനെ കാണാൻ പോയതാ അമ്മ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടാ പോയെ. അതിന് നീ ആരാ? മരുമകൾ, പത്മാവതി അമ്മയുടെ മരുമകൾ. ഈ അമരാവതിയിലെ രാജകുമാരി. മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നതാ ഹിറ്റ്ലറിന് നല്ലത്. ഇതുവേ എൻ കട്ടളെ രാജശാസനം.
എടി എന്നാലും ആരാ ആ സ്ത്രീ? ഹിരൺമയി എന്നൊരു പേരും. ജ്യോതിമോള് നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോടി? അതെന്തിനാ അമ്മ അറിയുന്നത്? എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞോ പോരെ? ആശാലതേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. അല്ല, എന്താ അമ്മയായിട്ടൊരു കശപിച്ച? ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ആ പെണ്ണുപിള്ളയുടെ മോളെ കാണാൻ പോയതിനല്ലേ ശിവയെ ബീച്ചിൽ വെച്ച് തല്ലിയത്? ആരുടെ കാര്യ നീ ചോദിക്കുന്നത്? അമരാവതിയിൽ ഇന്നലെ ഒരു പെണ്ണുപിള്ള വന്നിട്ടില്ലേ? ജ്യോതിമോള് നിങ്ങളോട് പറഞ്ഞില്ലേ? അവരുടെ കാര്യമാ ഞാൻ ചോദിച്ചത്. അവരെന്തിനാ വന്നത്? ആർക്കറിയാം. അവരുടെ മോള് വലിയ സിനിമാ നടിയാ, അമലാ ദാസ്. അവളെ കാണാൻ ശിവ ലൊക്കേഷൻ ചെന്നാ അവര് പറയുന്നത്. ഓ കഷ്ടം. അതിനാണോ ഈ പുകലൊക്കെ ഉണ്ടാക്കിയത്? അല്ല, അവർക്ക് DKയോട് എന്താ എത്ര വൈരാഗ്യം? അതൊന്നും പറയാനുള്ള മൂടൊന്നും ഇപ്പൊ ഇല്ല. നീ ചോറ് കാണുമ്പോ നല്ല വിശപ്പ്. ആ അതെ, ഇതിന്റെ ഇടയ്ക്ക് എന്റെ കൊച്ചിന് 250 പവൻ കൊടുത്ത് കെട്ടിക്കുന്ന കാര്യം മറക്കരുത്. എങ്ങനെയെങ്കിലും DKയോടതൊന്ന് ചോദിച്ചേ പറ്റൂ. നിങ്ങൾ വിചാരിച്ച നടക്ക് സുധേട്ടാ. നിങ്ങളോട് DKക്ക് വലിയ ബഹുമാനോ. അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എപ്പോ അമരാവതിയുടെ കാര്യം പറഞ്ഞാലും അവിടെ കയറി വരും 250 പവൻ 250 പവൻ. അമ്മയ്ക്ക് നാണമില്ലേ? ഇല്ലടി, എനിക്ക് ഒട്ടും നാണമില്ല. പെൺമക്കളെ പെറ്റ അമ്മമാര് നാണിച്ചിരുന്നാലേ മക്കള് വെറും കഴുത്തുമായിട്ട് കല്യാണ പന്തലിലേക്ക് കയറേണ്ടി വരും. എടി, കാര്യങ്ങളെല്ലാം DKക്ക് അറിയാം. ഈ കല്യാണം തീരുമാനിച്ചത് DKയാ. അത് നടത്താൻ വേണ്ടതൊക്കെ DK ചെയ്തോളും. കുത്തുകൊണ്ട് ചാകാൻ കിടക്കുമ്പോ തന്നെ ചോദിക്കണം 250 പവൻ. ആർത്തി എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ? ഇനി ഈ വീട്ടിൽ 250 പവന്റെ കാര്യം മിണ്ടി പോരുത്. എനിക്ക് സ്വർണത്തോടൊന്നും ഒരു ആഗ്രഹവും ഇല്ല. എടി, നിനക്ക് വേണ്ടെങ്കിൽ പോടി. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ദേ മനുഷ്യ, നിങ്ങൾ അവളുടെ താളത്തിനൊത്ത് തുള്ളരുത്. ഇത്രയും കാലം ഞാൻ നിന്റെ താളത്തിനൊത്ത് തുള്ളിയില്ലേ? ഇനി കുറച്ചു നാൾ ഞാൻ അവളുടെ താളത്തിനൊത്ത് തുള്ളി നോക്കാം. നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. ദുരാഗ്രഹത്തിന്റെ മനുഷ്യരൂപവും കഷ്ടം. ഭഗവാനെ, വല്ലാത്തൊരു സൃഷ്ടിയായിപ്പോയി. ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ ഓ നീ നോക്കിക്കോ, ഇത് ശരിയാകും. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഇതുകൂടെ തീരും. ജ്യോതിയും നിന്റെ ഹിറ്റ്ലർ മോനും തമ്മിലുള്ള എല്ലാ വഴക്കും അവസാനിക്കും. അവര് തമ്മിൽ ഒന്നിക്കും. 1 കൊല്ലം കഴിയുമ്പോൾ 2 കുഞ്ഞിക്കാലികൾ അമരാവതിയുടെ മുറ്റത്ത് ഓടിക്കളിക്കുകയും ചെയ്യും. ബ്രദർ, എല്ലാം ഓക്കെ. പക്ഷെ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന എന്റെ ഡൗട്ട്. അതൊക്കെ നടക്കും പെങ്ങളെ. അല്ല, ഞാൻ പറഞ്ഞ അവര് വിശ്വസിക്കുക ബ്രദർ? വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ അങ്ങ് ചെയ്താ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മൈ ലിറ്റിൽ കണ്ണ, ഈ ഗെയിം പ്ലേ ചെയ്യാൻ നീയേ ഉള്ളു ഹെൽപ്പ്. അതൊക്കെ നടക്കുന്ന നാത്തൂനെ. ഇത്രയും നാളും ഇങ്ങേര് പലതും പറയുന്നുണ്ടെങ്കിലും ഇങ്ങേരുടെ ഒരു ഐഡിയ കേട്ട് എനിക്ക് ചിരി വന്നത് ജീവിതത്തിൽ ഇത് ആദ്യം.